ഈ സമരം ഈ കൊച്ചിനെ കൊണ്ട് വരുന്നത് തന്നെ ഞങ്ങളുടെ ഒരു ഗതികേടിന്റെ ഭാഗമാണ്. കാരണം ഈ കൊച്ചിനെ ഞങ്ങൾ വീട്ടിൽ നിർത്തി നോക്കണമെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും ജോലിയുണ്ട്. 13 വർഷമായി ഞങ്ങൾക്ക് വെറും 600 രൂപ കൂലി കിട്ടുന്നു. ആ കൂലി വെച്ച് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾ എടുത്തുകൊണ്ടോ 2 പിള്ളേരുണ്ട്. ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല. ഞങ്ങളുടെ ഗതികേടിന്റെ ഭാഗമാണ് ഇതിപ്പം ഇവിടെ വെയിൽ കൊള്ളുന്നത്. കാരണം ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇനിയിപ്പം ഒരു തീരുമാനമാകാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. നേടിയെടുക്കും നിങ്ങൾ നേടിയെടുക്കാൻ പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതമാർഗ്ഗമേ ഉള്ളൂ, ഇതേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണേലും എന്ത് കാര്യത്തിന് വേണേലും ഞങ്ങളുടെ അടിസ്ഥാന ശമ്പളം ഈ ചാനൽ വഴി കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും 40,000 രൂപ എന്നൊരു വലിയ തുകയാണ്. നിങ്ങൾക്ക് കൂട്ടി നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ദിവസം വെറും 1300 രൂപയെ വരുന്നുള്ളൂ. നമ്മളൊരു പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുവേലയ്ക്ക് ഒരാളെ നിർത്തണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, പൊതുസമൂഹത്തിന് അറിയാം എത്ര രൂപ വേണമെന്നുള്ളത്. ഞങ്ങളുടെ ഗതികേട് ഈ കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ല. വീട്ടിലാക്കിയിട്ട് പോരാൻ പറ്റത്തില്ല. ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് നേടിയെടുത്തേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ നിവൃത്തികേടാണ്. സർക്കാരിനോടുള്ള അപേക്ഷയാണ് ഈ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും ഈ ശമ്പള വർധന നടപ്പാക്കണം. അധികം ഒന്നും ചോദിക്കുന്നില്ല. വെറും 1333 രൂപ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. നേടിയെടുക്കണവരെ സമരം തുടരും. നേടിയെടുക്കുന്നവരെ അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളായിട്ട് വന്നത്. ഞങ്ങളുടെ ജീവിത സമരമാണ് അവസാനം. ഈ അനന്തപുരിയിലാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഞങ്ങൾ അവസാനിപ്പിക്കും ജീവിതം.